Varakulam
നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി വീഴുന്ന ആളുകളെ പോലെയായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ആത്മാക്കളുടെ അധ്യക്ഷന്മാരിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു.
യേശുവിന്റെ മധ്യം നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ തന്റെ കൈകളും എല്ലാവരും അവർക്ക് കാണിച്ചു കൊടുത്തു. ശിഷ്യന്മാർ കർത്താവിനെ സന്തോഷിച്ചു. പിന്നെ യേശു അവരോട്, നിങ്ങൾക്ക് സമാധാനം, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. അവരിങ്ങനെ പറഞ്ഞതിന് ശേഷം അവരുടെ മേൽ കൂടി അവരോട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ മോചിക്കാതിരിക്കുന്നുവോ അവ മോചിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. യേശു വന്നപ്പോൾ 12 ഒരുവനായ ഇരട്ടായി വിളിക്കപ്പെടുന്ന തോമ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. മറ്റു ശിഷ്യന്മാർ അവരോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു. എന്നാൽ അവൻ അവരോട്, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പാടുകളെ കാണുകയും അവയിൽ എന്റെ വിരലുകളിടുകയും അവന്റെ വിലാപത്തിൽ എന്റെ കൈവച്ച് നോക്കുകയും ചെയ്യാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ 8 ദിവസം കഴിഞ്ഞ് ശിഷ്യന്മാരെ മത്സരിക്കുമ്പോൾ തോമായും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരിക്കെ യേശു നടുവിൽ നിന്നുകൊണ്ട് അവരോട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ അവൻ തോമായോട്, നിന്റെ വീരനുകളെ കൊണ്ടുവരിക, എന്റെ കൈകളിൽ നോക്കുക, നീ കൈ നീക്കി എന്റെ വിലാപ്പുറത്ത് വെച്ച് നോക്കുക, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമ അവനോട്, എന്റെ കർത്താവും ദൈവവുമായോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ ഇപ്പോൾ എന്നെ കണ്ടതുകൊണ്ടാണ് വിശ്വസിച്ചത്, എന്നെ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള യേശു തന്റെ ശിഷ്യന്മാരുടെ മുമ്പാകെ പ്രവർത്തിച്ചു. എഴുതിയിട്ടുള്ളത് യേശു ദൈവത്തിന്റെ പുത്രനായ മിശിഹാകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ടാകുന്നതാവുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കേണ്ടതിനാവുന്നു. നിങ്ങൾക്കെല്ലാം ശാന്തി ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട്
വിശ്വാസമുള്ള ജനത്തിന്റെ പാപങ്ങളും മായ്ച്ച് ഉത്തമനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ അരുളപ്പാടുകളെ ഓർക്കണമേ. എന്റെ നാഥാ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും ഭാഗ്യങ്ങളുടെയും പരിശുദ്ധ സഭയുടെ വർഷങ്ങളായ വിശ്വാസികളായ സകലവാക്യങ്ങളുടെ ആത്മാക്കളെ നീ ഓർമ്മ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ശരീരങ്ങൾക്കും ദേഹികൾക്കും നീ ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കൃപയും മാതൃകയും വളർന്ന പരിമണികൾ നൽകണമേ. ഞങ്ങളുടെ നാഥനായ ശിവാനപുരാതി കർത്താവേ മാതനാഥ, നീ ഞങ്ങൾക്ക് മാത്രം പാപപരിഹാരം ചെയ്യുന്നവരുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായിട്ടണമേ. ഞങ്ങളെ സഹായിക്കാനേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഴിഞ്ഞ ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീതിമായിക്കണമേ. കോപസൂചനങ്ങളായ വഴികളിൽ കരുണാപൂർവം ഞങ്ങളിൽ നിന്ന് നടത്താൻ മാറ്റണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ സ്വാതന്ത്ര്യങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്തിന് പ്രീതികരവുമായ ക്രിസ്തീയപൂർവ്വം ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അന്ത്യപ്രാപിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങളിപ്പോൾ എപ്പോഴും നീക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. തന്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമനായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ഭൂമിയിലെ നിത്യബോധിയായവേ, നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ ദിവ്യവാസസ്ഥാനത്ത് പ്രവേശിക്കുവാൻ കരുണയോടെ നീ അർഹനാക്കപ്പെടുന്നു. നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശ്വസ്ഥലമാകുന്ന മഹോന്നതങ്ങളിലേക്ക് നിന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ പ്രഭുക്കന്മാരുടെയും നിനക്ക് ഗാനീസ് പാടുന്നവരായ ശോഭന്മാരുടെയും എന്നെ ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ദൈവമേ, ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഇതാത്മയമായ സ്ഥലത്ത് നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു. എന്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുന്നിൽ സമൃദ്ധമായ ശ്രീകുണ്ടാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആളുകളെ നിന്റെ കരുണയാലോടുന്ന വാഴ്ത്തണമേ. കടക്കാരുടെ കടച്ചുവിടിനെ കീറുകളയണമേ. പാപികളുടെ കടങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തുകൊണ്ടുള്ള തെറ്റുകളെ നിന്റെ ഓർമ്മയിൽ നിന്ന് മാറ്റിക്കൊള്ളണമേ. നഷ്ടപ്പെട്ടു പോയ നീ മുഖാന്തരം തിരിച്ചു വന്നതിന് മുമ്പാകെ സമ്മേളിക്കുമാറാകണമേ. കർത്താവേ, നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഈ പരിശുദ്ധതയെ ഞങ്ങൾ സമീപിക്കുന്നു. നിന്റെ പരിശുദ്ധ ഞങ്ങളുടെ കുർബാനയിൽ പ്രീതിപ്പെട്ടിറങ്ങുന്ന ഇതിനെ ശുദ്ധീകരിക്കുകയും ഞങ്ങളെ നിർമ്മലരാക്കി അശ്വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ പരിശുദ്ധനായ
സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് Amen.
നിനക്ക് സമർപ്പിക്കും. ഓശോ സകലാശുദ്ധ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് ദേവജാതങ്ങൾ ശുദ്ധാത്മാവും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ആയതേപ്പോൾ എന്നേക്കും തന്നെ. ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ
സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോട് പ്രാർത്ഥിക്കുന്നു.
സ്തോത്രം സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ഭൂമിയുടെ പാലം യോഗ്യതയോടും വിശുദ്ധിയോടും പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യനിലയെ ഭാഗ്യവതിയുമായ ദൈവമാതായ മറിയാമിനെ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ ദിവ്യന്മാരെയും പ്രസന്നക്കാരായ സ്ത്രീഹന്മാരെയും ഏവന്മാരെയും സഹോദരന്മാരെയും മോദിയന്മാരെയും ഭാഗ്യവാന്റെ നേതൃമാനം മുന്നോട്ട് കാരണമായ ആവിഹാനമാണെയും ഷമാശന്മാർ പ്രധാനി സഹോദരന്മാരിൽ മുമ്പരും പരിശുദ്ധനും മോത്തമുള്ളവരുമായ മാസ്കർമാനോസ്മിയും സ്ത്രീഹന്മാരും പ്രധാനന്മാരായ ഉന്നത പത്രോസ്മിയും മാർത്തോസ്മിയും നമ്മുടെ പിതാക്കന്മാരായ മാർത്തോമാസ്മിഹായും ശേഷം സാരാശുദ്ധാന്മാരെയും ശുദ്ധങ്ങളെയും ഇതുപോലെ നാം നോക്കണം. അവർ പ്രാർത്ഥന കോട്ടയായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സംരക്ഷിക്കണമേ. അവന്റെ അണികളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവർ ഒരുമിച്ച് ഞങ്ങൾ നിരക്കുന്നതിന് എതിരാത്ത പരിശുദ്ധവുമായ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം
അവനിൽ തന്നെ ശരണപ്പെടുന്നു. കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ വാങ്ങിപ്പോരുടെയും അപരാധം ഓർക്കരുതേ. ഞങ്ങളെയും അവരെയും ക്രിസ്തീയമായ അന്ത്യത്തിന് നീ അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിന് ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോട് നിന്റെ പരിശുദ്ധ റൂഹായുടെ കൂടെ സകലത്തിലും എന്ന പോലെ കുർബാന വഴിയായി മഹത്വപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാൻ ഇടയാകണമേ. ഹോശോ
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കൃപയാൽ അവർക്ക് സൗജന്യമായി നൽകണമേ. നമ്മുടെ മിശിഹായോട് നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും അന്യോന്യം നാം ഓരോരുത്തരുടെയും ആത്മാക്കൾക്കായി ധാരാളമായ അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു വീണ്ടും യാചിക്കുകയും ചെയ്യുന്നു. സകലത്തിലൂടെ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തന്റെ പുത്രനെ വന്ദിക്കുകയും ജീവനുള്ള തന്റെ വിശുദ്ധ റൂഹായെ മഹത്വപ്പെടുത്തുകയും കരുണയുള്ളവരായ കർത്താവിന്റെ തൃക്കൈകളിൽ നമ്മുടെ ജീവനെ വരവേൽപ്പിച്ച് തന്നോട് അനുഗ്രഹം യാചിക്കുകയും ചെയ്യണം. ഉത്തമനായ യഹോവേ, കരുണ തോന്നിയണമേ, അനുഗ്രഹം ചെയ്യണമേ. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവരും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവരുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധരായ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന ദുർഗീയ ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നിന്നെ നോക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കർത്താവേ, ശിക്ഷിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, ദുഷ്ടനെല്ലാം നിയമനത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും ഭോഷതകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി നിലനിർത്തി ഞങ്ങളോട് തെറ്റിയിട്ടുള്ള എല്ലാവർക്കും നീ പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിരപ്പത്തിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നിനക്ക് സമർപ്പിക്കും. ഹോശോ അടക്കപ്പെട്ട ഈ സുഖരഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരുശരീരങ്ങൾ അനുഭവിക്കുവാനായി പ്രതീക്ഷയോടെ നിൽക്കുന്ന നിന്റെ ജനങ്ങളെയും നിന്റെ ഇടവകയിലെ ആളുകളെയും നിന്റെ വലതയാൽ വിസർജിച്ച വാഴ്ത്തണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിരക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാഥവും അങ്ങയും സാരാംശവുമായിരിക്കുന്ന പരിശുദ്ധാത്മ
എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. മധ്യസ്ഥതയിൽ അദ്ദേഹപ്പെട്ടുകൊണ്ട് നോക്കിയപ്പോൾ അദ്ദേഹം സമർപ്പിക്കാം. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രഖ്യാപനം, ഞങ്ങളുടെ കർത്താവും എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്നുള്ള ഹൃദയത്തിൽ നിന്ന് ഏറ്റി പറഞ്ഞ വിശ്വാസം, നമ്മുടെ പൂർവികർ നമുക്ക് ഏൽപ്പിച്ചു തന്ന വിശ്വാസത്തെ ഓർമ്മിപ്പിക്കുവാനും ആ വിശ്വാസത്തിൽ അനുസ്യൂതി മുന്നോട്ട് നമുക്ക് സഞ്ചരിക്കുവാനും ദൈവമേ നമ്മളെ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയെ സംബന്ധിച്ച് ഇതിന്റെ 3ാമത്തെ വാർഷികം എന്നുള്ള നിലയിൽ ഇടവക സ്ഥാപിതമായതിന്റെ ഓർമ്മ ദിവസം ദൈവസന്നിധിയിൽ നമുക്ക് നന്ദി കരയറ്റാം. ദൈവം നമ്മുടെ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധമായ മാതാവിന്റെ മധ്യസ്ഥതയാൽ നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ ഭവനങ്ങൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാവർക്കും രോഗികളായി പ്രയാസത്തിൽ കഴിയുന്ന സകലരെയും നമുക്ക് അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ അറിയപ്പെട്ടുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സൗഖ്യവും സമാധാനവും നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് യുദ്ധത്തിന്റെ ഭീകരതയും പ്രയാസം അനുഭവിക്കുന്ന സകലരെയും പ്രത്യേകിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്
ഞങ്ങൾ
മരിച്ചു മണ്ണിടുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ എന്തുകൊണ്ട് ഒരാൾ ഓർമ്മിക്കപ്പെടണം? മലയാളത്തിലെ 2 പദങ്ങളാണ് സ്മൃതി എന്നുള്ളത്, മൃതി എന്നുള്ളത്. സ്മൃതി എന്ന പദത്തിന്റെ അർത്ഥം ഓർമ്മ എന്നാണെങ്കിൽ മൃതി എന്ന പദത്തിന്റെ അർത്ഥം മരണമാണ്. എങ്ങനെയാണ് ഒരാൾ മരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്മൃതിയുടെ ആദ്യത്തെ അക്ഷരങ്ങൾ വായിച്ചു പറഞ്ഞാൽ മതി. അതായത് ഓർമ്മയുടെ ആദ്യ അക്ഷരങ്ങൾ, ഓർമ്മയുടെ ചില അക്ഷരങ്ങളൊക്കെ മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും. നാം ഓർക്കാതിരിക്കുമ്പോഴാണ് ഒരാൾ മരിച്ചു പോവുക എന്നുള്ളത് സാധ്യത. അങ്ങനെയെങ്കിൽ മരിച്ചു പോകാത്ത ഓർമ്മകളുടെ ഒരു ശേഖരം ഒരു മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് ഒരായുസിന്റെ കടൽപ്പുരമാണ്. ഒരായുസിൽ ഒരു മനുഷ്യൻ സൂക്ഷിച്ചു വെക്കുന്ന എല്ലാ അനുഭവങ്ങളുടെയും ബാക്കി പത്രമാണ് ഒരായുസിനപ്പുറത്തേക്ക് അയാളെ നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാക്കുന്നത്. നാം 2000 വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് ഈ മനുഷ്യനെ മർത്തോമാ ശ്ലീഹ എന്നുള്ള പരിശുദ്ധനെ നാം ഓർക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ശിഷ്യനെ ഒരു ഗുരുവുണ്ടായിരുന്നു. ആ ഗുരുവിനെയാണ് നാം ഇതിലൂടെ ഓർക്കുന്നതെന്ന് നാം പ്രത്യേകമായിട്ട് ഓർമ്മിക്കേണ്ടത്. ലാറ്റിനിൽ ഒരു ഫ്രേസ് ഉണ്ട്, ഫോവാസ്. അതിന്റെ അർത്ഥം വേറാക്കി ഗോയിക്കുന്നുണ്ട്. ഈ പേരൊരു നോവലാണ്. ഒരുപക്ഷെ ക്രിസ്തീയ സഭയുടെ ആദ്യ കാലഘട്ടങ്ങളെ രസകരമായിട്ട് കുറിക്കുന്ന ഒരു നോവലാണ്. അതിനകത്ത് ഒരു ഭാഗം ഇങ്ങനെയാണ്: പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ റോമിലെ ഒരു ജയിലിൽ കാരാഗ്രഹത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കാരാഗ്രഹത്തിലിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വപ്നം ഉണ്ടാവുകയാണ്. ഈ സ്വപ്നത്തിൽ കാരാഗ്രഹത്തിന്റെ വാതിലുകളെല്ലാം വളർത്തി തുറക്കുകയാണ്. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടുകയാണ്. രക്ഷപ്പെട്ടു ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സ്വപ്നത്തിൽ അദ്ദേഹത്തിന് മുൻപിൽ ഒരാൾ കടന്നു വരുന്നതായിട്ട് പത്രോസ് ശ്ലീഹ കാണുന്നു. കടന്നു വരുമ്പോൾ വളരെ പരിചയമായിട്ടുള്ള മുഖമാണെന്ന് അടുത്തെത്തുമ്പോൾ മനസ്സിലാകും. മറ്റാരുമില്ല, ക്രിസ്തുവാണ്. ക്രിസ്തുവിനോട് റോമിൽ നിന്ന്, കാരാഗ്രഹത്തിൽ നിന്ന്, അവന് വിധിക്കപ്പെട്ട കുരിശിൽ നിന്നെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്ന പത്രോസ് ശ്ലീഹ ചോദിക്കുകയാണ്, ക്രിസ്തു യേശുവേ, അങ്ങ് ഗുരു, അങ്ങ് ഇങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ പത്രോസ് ശ്ലീഹയോട് ക്രിസ്തു പറയുന്ന ഒരു മറുപടി വരികയാണ്: നീ ഉപേക്ഷിച്ചു പോകുന്ന നിന്റെ കുരിശ് നിനക്ക് വേണ്ടി ഏറ്റെടുക്കുവാനായിട്ട്, ഒരിക്കൽ കൂടി കുരിശുമരണം ഏൽക്കുവാനായിട്ട് ഞാൻ പോവുകയാണ് എന്ന് പറയുന്നു. എന്നിട്ട് കർത്താവ്, ഈ ഗുരു ക്രിസ്തു പത്രോസ് ശ്ലീഹയോട് ചോദിക്കുന്നതാണ്, വേറെ നിന്റെ കുരിശ് ഉപേക്ഷിച്ച്, നിന്റെ സഹനം ഉപേക്ഷിച്ച്, നിന്റെ കുരിശുമരണം ഉപേക്ഷിച്ച് നീ എങ്ങോട്ടാണ്? ഒരുപക്ഷെ ഡൗട്ടിംഗ് തോമസ് എന്നൊക്കെ പരിശുദ്ധനായ തോമസ് ശ്ലീഹയെ വിധിയെടുക്കുന്നത് ഒരുപാടുണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ച് അദ്ദേഹം ഹോണസ്റ്റ് ആയിട്ടുള്ള തോമസ്, തന്റെ മനസ്സിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന ഒരു മനുഷ്യൻ. ഈ പേടിയും ഈ സംശയവും എല്ലാം എല്ലാ ശിശു സമൂഹത്തിലും വളരെ കോമൺ ആയിട്ട് ഒന്നായിരുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക്, അതിനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അവന്റെ കുരിശെടുക്കുവാനായിട്ട്, അവന്റെ കുരിശിന് വേണ്ടി കാലങ്ങളോളം സഞ്ചരിക്കുവാനായിട്ട് കഴിഞ്ഞതുകൊണ്ടാണ് ഈ ഓർമ്മ ഇന്നും വളരെ ശ്രേഷ്ഠമായി നിൽക്കുന്നത്. ഒരുപക്ഷെ 1-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ എന്നുള്ളത് അത്രയും അൺസേർട്ടനായിട്ടുള്ള സ്ഥലമാണ്. അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ളത് നരഭോജികളാണോ എന്നുപോലും ചിന്തിക്കുന്ന അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇന്ത്യ. ആ ഒരു സ്ഥലത്തേക്കാണ് തന്റെ നാമത്തിന്റെ സുവിശേഷം അറിയിക്കുവാനായിട്ട് ഈ മനുഷ്യൻ കടന്നു വരുന്നത് എന്ന് പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവനവന്റെ കുരിശെടുക്കുവാനായിട്ട്, അവനവന്റെ കുരിശിന്റെ യാത്രകൾ ചുമക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത് ഏതെങ്കിലും സുവിശേഷ പ്രഘോഷണത്തെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. അവനവന്റെ കുരിശ് എന്നുള്ളത് ഒരുപക്ഷെ അവനവന്റെ കുടുംബമായിരിക്കാം, അവനവന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തമായിരിക്കാം, ഒരുപക്ഷെ അവനവന്റെ ഇടവകയായിരിക്കാം. ഒരുപക്ഷെ ഇന്ന് നാം എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ അവനവന്റെ കുരിശ് എടുത്തത് കൊണ്ട് മാത്രമല്ല, അതിൽ കൂടുതൽ ഭാരം ചിലരൊക്കെ വഹിക്കുവാനായിട്ട് തയ്യാറായതുകൊണ്ടാണ് നാം എല്ലാവരും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് എന്നുള്ള ഓർമ്മ നമുക്കുണ്ടായിരിക്കണം. ഒരുപക്ഷെ ഉറക്കത്തിന്റെ ഭാരം കൂടിയായിരിക്കും ചിലരൊക്കെ മുമ്പിലിരിക്കുന്നത്. അത് അവനവന്റെ കുരിശിന്റെ ഭാരത്തേക്കാൾ അധികമായിട്ട് ചുമന്നുകൊണ്ടായിരിക്കണം. അവനവന്റെ കുരിശെടുത്തുകൊണ്ട് യാത്രയാകുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പരിശുദ്ധനായ തോമസ് ശ്ലീഹ നമ്മളോട് ആദ്യമായിട്ട് ചോദിക്കുന്നത്. രണ്ടാമതായിട്ട്, ഈ ഞായറാഴ്ച ഇട്ട പേര് തന്നെയാണ് പുതു ഞായറാഴ്ച. ഉയർപ്പോടുകൂടി എല്ലാ
എല്ലാം പുതിയതായി ആവുകയാണ്. എന്നിട്ട് കൂടി ഒരു ഞായറാഴ്ച തൊട്ടപ്പുറത്തേക്ക് വെച്ചിരിക്കുകയാണ്, പേരിട്ടിരിക്കുകയാണ് പുതു ഞായറാഴ്ച. വീണ്ടും പുതിയതെന്തോ സംഭവിക്കുന്നത്. എന്താണ് പുതിയതായിട്ട് സംഭവിക്കുന്നത്? നാം ഇന്നലെ ഓർമ്മിച്ചതുപോലെ ഒരു മനുഷ്യനെ എല്ലാ വിധത്തിലും ഉപേക്ഷിച്ച ഒരു കൂട്ടം ആളുകൾക്ക് മുന്നിൽ നടുവിൽ വന്നു നിന്നുകൊണ്ട് ഈ മനുഷ്യൻ പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കണം. പോയ കാലത്തിന്റെ പിണക്കങ്ങളില്ല, പോയ കാലത്തിന്റെ കൈപ്പരസമുള്ള അനുഭവങ്ങളില്ല, എല്ലാം മാറ്റിവെച്ചുകൊണ്ട് പറയുകയാണ് പുതു ഞായറാഴ്ച പുതിയതാണ്. ഇനി സമാധാനത്തിന്റെ ഞായറാഴ്ചകളാണ്, സമാധാനത്തിന്റെ ദിവസങ്ങളാണ്. അത് ആരംഭിക്കുന്നത് ഈ പുതു ഞായറാഴ്ച. ഈ ഞായറാഴ്ചയിൽ ഇവിടെ മറ്റൊരു കാര്യം കൂടി വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു കൂട്ടത്തിൽ വന്നതുകൊണ്ട് എല്ലാവരും വേണ്ടി ക്രിസ്തു പ്രത്യക്ഷനാവുന്ന ഒരാൾ മാത്രം അവിടെ അവസരം പരിശുദ്ധനായ തോമാസ് പറയുകയാണ്, അവനെ കണ്ടല്ലാതെ അവനെ തൊട്ടല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുകയാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ ആഴമായി പരിശോധിക്കുകയാണെങ്കിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഒരു ഭയങ്കര ബിസി ഷെഡ്യൂളുള്ള ഒരു മനുഷ്യനാണ്. എല്ലായിടത്തും പ്രത്യക്ഷനായ എന്തൊക്കെയോ തിരക്കുകളുള്ള ഈ 40 ദിവസത്തിനുള്ളിൽ എന്തൊക്കെയോ ചെയ്ത് തിരിച്ചു പോകാനുള്ള തിരക്കുകളാണ്. അതുകൊണ്ടാണ് മഗ്ദലക്കാരൻ മറിയത്തോട് പറയുന്നത്, എന്നെ പിടിച്ചിങ്ങനെ നിർത്തരുത്, എനിക്ക് പോയിട്ട് എനിക്ക് സ്വർഗത്തിലേക്ക് പോകാവുന്നതാണ് എന്ന് ഓമറിയാമെ ഞാൻ തോട്ടക്കാരൻ തന്നെ എന്ന് പാട്ടിൽ നാം പറയുന്നു. അങ്ങനെയുള്ള അത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ 8ാം ദിവസം 8 ദിവസം വെയിറ്റ് ചെയ്തുകൊണ്ട് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ ഒരാൾക്ക് വേണ്ടി വീണ്ടും കടന്നു വരികയാണ്. ഒരാൾക്ക് വേണ്ടി വീണ്ടും അവരുടെ മുന്നിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരാൾക്ക് വേണ്ടി കടന്നു വരികയാണ്. നാം ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടവരായിരിക്കാം, ഒരുപക്ഷെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഓടിയെത്തുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കാതെ പോയേക്കാം. എന്നിരുന്നാൽ കൂടി ഒരാൾക്ക് വേണ്ടിയാണെങ്കിലും ക്രിസ്തു നമുക്ക് മുന്നിൽ അങ്ങ് റിവ്യൂ ചെയ്യുമെന്നുള്ള വളരെ വലിയ സത്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ ചെറിയ ആട്ടിക്കൂട്ടമായി ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെയുള്ള വലിയ പെരുന്നാളുകൾ പോലെ തിങ്ങിയിറങ്ങുന്ന ആളുകളുടെ ഒരു സമൂഹമല്ലായിരിക്കും. പക്ഷേ നമുക്കിടയിലും നമ്മുടെ ചെറിയ ആട്ടിക്കൂട്ടത്തിനിടയിലും അവൻ വന്ന് നമുക്ക് വേണ്ടി അവൻ നമ്മുടെ ഇടയിൽ വരുമെന്നുള്ള വലിയ ഉറപ്പാണ് പുതു ഞായറാഴ്ച നമുക്ക് നൽകുന്നത്. മൂന്നാമതായിട്ട് ഏറ്റവും അവസാനമായിട്ട് പുതു ഞായറാഴ്ച നമുക്ക് നൽകുന്ന വലിയ സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. പിന്നെ അവൻ തോമായോട്, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരുക, എന്റെ കൈകൾ നീ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് വെച്ച് നോക്കുക, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള നിമിഷമാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു വന്നു നിന്നുകൊണ്ട് പറയുകയാണ്, ഇതാ ഉയർത്തെഴുന്നേറ്റന്റെ കിരീടം നോക്കുക എന്നല്ല പറയുന്നത്, ഉയർത്തെഴുന്നേറ്റന്റെ അത്ഭുത പ്രവൃത്തികളെ നോക്കുക എന്നുള്ളത് എന്നല്ല പറയുന്നത്. മറിച്ച് എന്താണ് പറയുന്നത്? എന്റെ മുറിപ്പാടുകളെ നോക്കുക. വൂൺസ് അല്ലെങ്കിൽ മുറിപ്പാടുകൾ എന്നുള്ളത് യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണെന്നാണ് ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്നത്. മർത്തോമാശ്രീകാരൻ ചെന്ന് നിന്നുകൊണ്ട് അവരുടെ മുറിപ്പാടുകളെ അവരുടെ വിലാപ്പുറത്ത് തൊടുകയാണ്. അവരുടെ വേദനയുടെ മുറിപ്പാടുകൾ വരച്ചുകൊണ്ടാണ് അവൻ നടക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ തന്റെ ശരീരത്തെ എങ്ങനെ വേണമെങ്കിലും ട്രാൻസ്ഫോം ചെയ്യാനുള്ള, അതിനെ എങ്ങനെ വേണമെങ്കിലും അട്ടിമറിക്കാവുന്ന ശക്തിയുള്ള ദൈവപുത്രൻ ആ മുറിപ്പാടുകൾ വരച്ചുകൊണ്ടാണ് ഇവരെല്ലാവരെയും കാണുന്നത്. ഒരു അടയാളത്തിന് കൂടി ആയിരിക്കാം, പക്ഷെ അതൊരു സ്നേഹത്തിന്റെ അടയാളമാണ് എന്നുള്ളതുകൊണ്ട് ലോകത്തിൽ മുറിപ്പാടുകൾ നമ്മളെല്ലാവരും ഒരുപാട് മുറിവുകൾ ഹൃദയത്തിലും ശരീരത്തിലും ഒക്കെ പേർന്നുണ്ട്. എന്താണ് തോമസ് നമ്മളോട് പറയുന്നത്? ഗുരുവിന്റെ മുറിപ്പാടുകൾ തൊട്ടതുപോലെ നമുക്ക് മറ്റുള്ളവരുടെ മുറിപ്പാടുകളെ തൊടുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഇൻഹറന്റ് ആണ്, നമ്മുടെ ഉള്ളിലുണ്ട്. തിരിഞ്ഞു നോക്കിയാൽ അവിടെ അച്ഛന്റെ ഭാഗ്യം നിൽക്കുന്നതാണ്. നമ്മളെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരുടെയും കാലുകൾ മുറിഞ്ഞതാണ്. എന്റെയും അച്ഛൻ്റെ ഈ കാലുകളൊക്കെ മുറിഞ്ഞ് അവിടെ ചോദിക്കുന്നത്, ഈ കുഞ്ഞ് അടുത്ത് വന്നിട്ട് വളരെ വിഷമത്തോടു കൂടി നിൽക്കും. തൊട്ടുകൊണ്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അപ്പൊ ഇത്രയും ചെറിയ കുഞ്ഞിന് പോലും അവരുടെ മുറിപ്പാടുകളെ തൊടുവാനും അത് വേദന ഉണ്ടാക്കുന്നതാണ്, അത് സൗഖ്യമാക്കുന്ന ഒരു ആഗ്രഹം ചെറിയ കുഞ്ഞിന് പോലും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഉള്ളിലുണ്ട് അവരുടെ മുറിവുകളെ തൊടുവാനും അത് സൗഖ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ട്. ഇന്ന് ലോക
ലോകത്തിന്റെ ഒരു ഭാഗം മൊത്തത്തിന് ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളുടെ കാലമാണ്, എഴുതികളുടെ കാലമാണ്. അവരെന്റെ മുറിവുകളെ തൊട്ടു നോക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുകയും. അതുകൊണ്ടാണ് കന്യക ഗർഭിണിയായിരുന്ന അവനെ പ്രസവിക്കും, അവനെ ദൈവം നമ്മോടുകൂടെ അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരിടണം. എന്നിട്ടും യേശു എന്നാണ് പേരിട്ടത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പ്രവചനം തെറ്റിപ്പോയോ? അങ്ങനെയല്ല. അവന്റെ ജീവിതത്തിൽ സിനിമയോ ഒരു നോവലോ ഒക്കെ ആക്കുകയാണെങ്കിൽ അതിന് നൽകിയ ടൈറ്റിലിന്റെ പേര്, തലക്കെട്ടിന്റെ പേരാണ് ഇമ്മാനുവേൽ. ദൈവം നമ്മോടുകൂടെ. എവിടെയൊക്കെയാണ് ദൈവം നമ്മോടുകൂടെ എന്നുള്ളത് ഈ ഉയർപ്പും ഈ കഷ്ടാർഹമായ ഈ ഉയർപ്പും എല്ലാം നമ്മോട് പറയുകയാണ്. അവൻ നാസിയാസിലെ ഗ്രിഗോറിയസ് എന്ന പരിശുദ്ധനായ പിതാവ് പറയുകയുണ്ടായി, അവൻ പടകിൽ കിടന്ന് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങിയത് അവൻ ക്ഷീണമുണ്ടായിട്ടല്ല, മറിച്ച് അതിലൂടെ നമ്മുടെ ക്ഷീണത്തെയും നമ്മുടെ തളർച്ചയെയും വാഴ്ത്തുവാൻ. അവൻ ലാസറിന്റെ കണ്ണുകൾക്ക് മുൻപിൽ നിന്ന് കരഞ്ഞത് അവന്റെ കണ്ണുനീരല്ല അവൻ പ്രസക്തം, അവന്റെ കണ്ണുനീരിലൂടെ അവൻ നമ്മുടെ കണ്ണുനീരിനെ അനുഗ്രഹിക്കുകയുമാറ്റുകയുമാണ് ചെയ്തത്. ഒടുവിൽ കുരിശിൽ മരിച്ച് നമ്മുടെ വേദനകളുമായി അനുരഞ്ജനപ്പെട്ടെങ്കിൽ അത് നമ്മുടെ വേദനകളെ അനുഗ്രഹിക്കുവാൻ അവന്റെ മുറിപ്പാടുകൾ, അങ്ങനെയെങ്കിൽ അവന്റെ മുറിപ്പാടുകൾ നമ്മുടെ മുറിപ്പാടുകളെ അനുഗ്രഹിക്കുവാനും നമ്മുടെ മുറിപ്പാടുകളെ വാഴ്ത്തുവാനും കൂടിയാണ്. നമുക്ക് മുൻപേ എല്ലാ കാര്യത്തിലും നമ്മോട് അനുരഞ്ജനപ്പെട്ട ഒരു ദൈവത്തിനെ പ്രവാചകന്മാർ കണ്ടുവെച്ച തലക്കെട്ടാണ് ഇമ്മാനുവേൽ. ദൈവം നമ്മോടുകൂടെ, നമ്മോടുകൂടെ എല്ലാറ്റിനും മുൻപേ എല്ലാ വേദനകളും തന്റെ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിയവൻ. അത് ഒരു മെഡൽ പോലെ, ഒരു വിജയ കിരീടം പോലെ കൊണ്ടു നടക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് പൊതു ഞായറാഴ്ച പരിശുദ്ധനായ തോമസ് ശ്ലീഹ നമുക്ക് പ്രത്യേകമായിട്ട് വരച്ചു തരുന്നത്. എന്റെ കർത്താവും എന്റെ ദൈവവും എന്ന ഒരൊറ്റ പദം കൊണ്ട്, ഒരൊറ്റ വാക്യം കൊണ്ട് ഈ അധ്യായം അവസാനിക്കുന്നു. എന്റെ കർത്താവും എന്റെ ദൈവവും. വേദപുസ്തകത്തിലെ പുതിയ ദൈവത്തിൽ ഇതിലും മനോഹരമായിട്ട് ടൈറ്റിൽ ക്രിസ്തുവിന് ലഭിച്ചതായിട്ട് നമുക്ക് നോക്കിയാൽ കാണുവാനായിട്ട് സാധിക്കും. എന്റെ കർത്താവും എന്റെ ദൈവവും. മുറിവുകൾ, മറ്റുള്ളവരുടെ മുറിവുകളെ തൊടുവാനായിട്ട്, സൗഖ്യമാക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഇടവകയ്ക്കും എല്ലാവരുടെയും മുറിവുകളെ സൗഖ്യമാക്കുവാനും തൊടുവാനും പരസ്പരം ക്ഷമിക്കുവാനും പരസ്പരം മുറിവുകൾ സൗഖ്യമാക്കുന്നവരുമായിട്ട് മാറുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ട്. ആദ്യമേ ഓർമ്മിച്ചതുപോലെ എന്തിനാണ് സ്മൃതിയിൽ നിന്ന് മൃതിയിലേക്ക് അല്പം ദൂരം നാം മറന്നു പോകുമ്പോഴാണ്, നാം ഓർക്കാതിരിക്കുമ്പോഴാണ് ശരിക്കും ഒരാൾ നമ്മിൽ നിന്ന് മരിച്ചു പോകും. അങ്ങനെ നാം മറന്നു പോകാത്തിടത്തോളം ഇവരെല്ലാം നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ കൂടെ ആരാധിക്കുന്നുണ്ട് എന്നുള്ള വലിയ ചിന്ത നാം എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കും. ഷൗട്ട് ഓഫ് ഉള്ളതാണ് ഇതിന് സഭ നൽകുന്ന ഒരു പേര്. പരിശുദ്ധന്മാരുടെ സംസാരം ഷൗട്ട് ഓഫ്. അത് നമ്മുടെ കൂടെ നിന്ന് ആരാധിക്കും. സൂക്ഷിച്ചു നോക്കിയാൽ നമ്മുടെ ആരാധനയിൽ പരിശുദ്ധന്മാരുടെ നില ഉണ്ട് എന്നുള്ള ബോധ്യമാണ്. നമ്മുടെ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥ സംസ്ഥാനങ്ങളിലുള്ള നമ്മുടെ ആശയത്തിന് നമ്മുടെ ബോധ്യമാണ്, നമ്മുടെ കൂടെയുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ ഇടയിലേക്ക് നാം ഉയരണം. അവരുടെ ഒരു ലെവലിലേക്ക് നാം ഉയരണം. രണ്ട്, ഈ ഓർമ്മ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ഈ ഓർമ്മയിൽ ഈ പെരുന്നാൾ വലിയൊരു ശിഷ്യനെ ഓർത്തുകൊണ്ട് ആ ശിഷ്യനിലൂടെ അവന്റെ ഗുരുവിലേക്ക് നടക്കുവാനുള്ള നമ്മുടെ നല്ല നിമിഷങ്ങളായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ദൈവത്തിൽ നാം മാത്രം
ദൈവം കൃപ ചെയ്യും. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിന് പാപങ്ങളുടെ മോചനത്തിന് നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേൻ.
ആദ്യം മുതലുള്ള
മനുഷ്യദേഹം പരതരുവാങ്ങിയുയർത്തെഴുന്നേറ്റ നരനീശ്വരനായി ബന്ധിതമുറി താനേ പോയി. മാറ്റിയുയർപ്പാൻ തോമാശ്ലീഹ തൻ സന്ദേഹം തിരുമുറിനടുതൊടുവിക്കുകയാൻ സുസ്ഥിരനാക്കി മഹിത പ്രഭയോടു കല്ലറ വിട്ടൊരു നീലേശ്വരനെ പാവം മൃതി എന്നിവരെ പാലിക്കേണമേ. മാർത്തോമാ പണ്ഡിതവൈദ്യരോഗാകർത്താ സൗഖ്യമേറ്റിടുവാനധികാരം തേ നൽകിവരൻ. പാതാളസ്ത്രീകളത്രേ ഞങ്ങൾക്കഭയം. ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിയിടട്ടെ. ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ശമനങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും. സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഘോഷങ്ങളോടും അനുഗ്രഹങ്ങളോടും പരിശുദ്ധ മഹനീയമായ ദൈവത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി ഞങ്ങൾ നിങ്ങൾ ഭരമേൽപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകും. ദൂരസ്ഥനും സമീപസ്ഥനും ജീവനുള്ളവരും മരിച്ചുപോലും നമ്മുടെ കർത്താവിന്റെ ഉദ്ദേശികമായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ ദോഷമായ മുദ്രിക്കപ്പെട്ടവരും ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം നൽകും. നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും. നിങ്ങളെ വാങ്ങിപ്പോയവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാൻ പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും പ്രാപിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങളെ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടെ പോകും. എങ്ങനെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. വന്ദിതനാകും ആചാര്യ കൈക്കൊള്ളട്ടെ കർത്താവ്. അങ്ങേ പ്രാർത്ഥനയോടൊപ്പം അങ്ങേ അണച്ചു തന്മരിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാ, നിന്ദയാലെ കഷ്ടതമായി ഒഴിക്കണമേ. ഗോകുൽത്തായിൽ ഒരുത്തവനെ താപം നീക്കി ഒഴുകിയ നീയാൽ ചോരയാലും എന്റെ കടങ്ങളുടെ ശേഷം നിൻ കൃപയാലെ സ്തുതായതിനാൽ പാപങ്ങളെ കൃപയാൽ പുണ്യമതാക്കണമേ. രക്ഷകനിന്റെ രഹസ്യങ്ങൾ ശുശ്രൂഷിക്കപ്പെട്ടെന്നാൽ അറിയാൻ പുണ്യപ്പെട്ടവരോ എന്നെ യോഗ്യരാക്കണമേ. കർത്താവേ, നിങ്ങളുടെ നിത്യ സ്വർഗ്ഗമായ രാജ്യത്തിൽ നിന്നെ ശുശ്രൂഷിപ്പാൻ ഞാൻ ഇപ്പോഴും എന്നേക്കും നിത്യസ്തുതി കർത്താവിനും ദിവ്യസംഘങ്ങളിലും ന്യായാധിപതിക്കാകട്ടെ പാലകരിലും ഉണ്ടാകട്ടെ. കൃപയുള്ളവനാ കർത്താവേ, കൃപയുണ്ടാകണമേ. കൃപയുണ്ടാകുക വഴിയല്ലതാ, നിന്നെ കൃപയുണ്ടാകണമേ. ഈ കുർബാനയടച്ചുള്ളോർ ഈ പട്ടക്കാരന്റെയും ഈ ശുശ്രൂഷകന്റെയും ഒരുപോലെ കൃപയുണ്ടാകണമേ. എന്നാലും സൂര്യനായിസോ ശിക്ഷാപതികാരങ്ങൾ